മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സെഷ്വാൻ സോസാണ്. തായ് ഡിഷിനും ചൈനീസ് ഡിഷിനും ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു സോസാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ചേരുവകൾ: കാശ്മീരി ചില്ലി, സൺഫ്ലവർ ഓയിൽ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, വിനാഗിരി, പഞ്ചസാര, ഉപ്പ്. പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് കാശ്മീരി ചില്ലി നമുക്ക് മുക്കി വയ്ക്കാം. അതിനുശേഷം അടുപ്പിൽ വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുകളിലുള്ളതൊക്കെ ഒന്ന് അടിയിലോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്ക് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ 1 കിലോ കാശ്മീരി ചില്ലിയാണ് ഇവിടെ ഷെഷ്വാൻ പേസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ കാശ്മീരി ചില്ലി പേസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ഷെഷ്വാൻ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു വലിയ ഉരുളി വെച്ച് തീ കത്തിക്കുക. തീ കത്തിച്ചതിന് ശേഷം അതിനകത്ത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല രീതിയിൽ ഫ്രൈ ആവണം. വെളുത്തുള്ളിയാണ് പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് ഒന്ന് നന്നായി ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ചില്ലി പേസ്റ്റ് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഓയിൽ ചേർത്തരയ്ക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്തരയ്ക്കാം. വെള്ളം ചേർത്തെടുത്ത് അരച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മളിതിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും ഓയിലിനകത്ത്. ആ വെള്ളമെല്ലാം വറ്റി പോകുന്നതിന് വേണ്ടി. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജലാംശമൊക്കെ ഒന്ന് പറ്റി വരുന്ന വരെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായി ഓയിലിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് അടുത്തായി 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഷെഷ്വാൻ സോസിനുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അടുത്തായി സോയാ സോസ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. സോയ സോസാണ് നമ്മൾ ഇനി അടുത്തായി ചേർക്കുന്നത്. സോയ സോസിൻ്റെ ഒരു ചെറിയ മണമൊക്കെ അതിന് കിട്ടും. അതിനുവേണ്ടിയാണ് സോയ സോസ് ചേർക്കുന്നത്. അതിനുശേഷം കുറച്ച് വിനാഗിരി ചേർക്കേണ്ടതുണ്ട്. ഒരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്തില്ലെങ്കിൽ അറിയാമല്ലോ, എല്ലാ ഡിഷസിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അത് ഉപ്പ് കറക്റ്റായിട്ടും ചേർക്കുക. എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ്. ഇത് ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്നതിനും തായ് ഫുഡ് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോസാണ്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നോട്ടിഫിക്കേഷനെല്ലാം കിട്ടുന്നതിനായിട്ട് വലത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു.